ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ ഇ.ഡി. അന്വേഷണവും മാത്യു കുഴൽനാടൻ എം.എൽ.എയിലേക്ക്. ദേവികുളം മുൻ തഹസിൽദാർ ഷാജിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. വിജിലൻസ് കണ്ടെടുത്ത രേഖകൾ കൂടി പരിശോധിച്ചാണ് ഇ.ഡി. അന്വേഷണം. ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചതാണ് കേസ്. കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ചേരുന്നു വിവരങ്ങളുമായി. രേഷ്മ, ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എക്കെതിരെ ഇ.ഡി. ഏതു രീതിയിലുള്ള അന്വേഷണമാണ് നിലവിൽ വ്യാപിപ്പിക്കുന്നത്? രോഹിണി, ചിന്നക്കനാലിലെ സർക്കാർ ഭൂമി കയ്യേറ്റ കേസിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എയിലേക്ക് ഇ.ഡിയുടെ അന്വേഷണം എത്തിയിരിക്കുകയാണ്. കേസിൽ 16-ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള മുൻ ദേവികുളം തഹസിൽദാരായിരുന്ന ഷാജിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. ഷാജിയെ ചോദ്യം ചെയ്തതിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് മാത്യു കുഴൽനാടനെ ചോദ്യം ചെയ്യാനായിട്ട് ഇ.ഡി. അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. ഈ കേസിൽ മൊത്തത്തിൽ 21 പ്രതികളാണ് ഉള്ളത്. 2022 മുതൽ ഈ കയ്യേറ്റ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് ഇ.ഡിയുടെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ, അതായത് വിജിലൻസ് നേരത്തെ കണ്ടെടുത്ത രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇ.ഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. വിജിലൻസ് ആണ് ഈ കേസിൽ ആദ്യം അന്വേഷണം ആരംഭിച്ചത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ECIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്തായാലും നിലവിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ചില നിർണായകമായിട്ടുള്ള തെളിവുകൾ ഇ.ഡിക്കും ലഭിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ ഭൂമിയും റിസോർട്ടും വാങ്ങാനായിട്ട് മാത്യു കുഴൽനാടന് പണം ലഭിച്ചത്, അതിന്റെ സ്രോതസ്, മറ്റ് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ സംഘം പരിഗണിച്ചു വരുന്നത്, അല്ലെങ്കിൽ പരിശോധിച്ചു വരുന്നത്. അത് മാത്രമല്ല, വിജിലൻസിന്റെ കണ്ടെത്തലെന്ന് പറയുന്നത് ഈ കയ്യേറ്റ ഭൂമിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാത്യു കുഴൽനാടൻ ഭൂമി വാങ്ങിയത്. 2012 മുതൽ മുൻ തഹസിൽദാരായിരുന്ന ദേവികുളം തഹസിൽദാരായിരുന്ന ഷാജി അടക്കമുള്ളവർ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ നടത്തുകയും ചെയ്തിരുന്നു. 50 സെന്റ് സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചു എന്നുള്ളതാണ് കേസ്. 1 ഏക്കർ 14 സെന്റ് ഭൂമിയും അതോടൊപ്പം തന്നെ 3 കെട്ടിടങ്ങളുമാണ് മാത്യു കുഴൽനാടനും സുഹൃത്തുക്കളും ചേർന്ന് 2022 ചിന്നക്കനാൽ ഭാഗത്തു നിന്നും വാങ്ങിയിട്ടുള്ളത്. ഇത് പക്ഷേ മാത്യു കുഴൽനാടൻ ഒരു വിശദീകരണം നേരത്തെ തന്നെ നൽകിയിട്ടുള്ളത്, താൻ കയ്യേറ്റമൊന്നും നടത്തിയിട്ടില്ല, പകരം ചെരിവുള്ള ഭൂമിയുടെ ഭാഗം അത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്, കയ്യേറ്റം നടത്തിയിട്ടില്ല എന്നുള്ള ഒരു ന്യായീകരണമാണ് മാത്യു കുഴൽനാടൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ പണത്തിന്റെ സ്രോതസ്സും മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് രേഖകൾ, ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇ.ഡിയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. എന്തായാലും 1-ാം പ്രതിയായിട്ടുള്ള മുൻ ദേവികുളം തഹസിൽദാർ ഷാജിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം മാത്യു കുഴൽനാടനിലേക്ക് എത്തിയിരിക്കുന്നത്. രോഹിണി. ശരി രേഷ്മ, ചിന്നക്കനാൽ ഭൂമി കയ്യേറ്റ കേസിൽ ഇ.ഡിയുടെ അന്വേഷണം മാത്യു കുഴൽനാടനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ ഭൂമി കയ്യേറിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഏത് രീതിയിലാണ് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് എന്ന കാര്യങ്ങൾ കൂടി കൃത്യമായി തന്നെ ഇ.ഡി അന്വേഷിക്കുന്നുണ്ട്.